ഹലോ, നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ? നിങ്ങൾ ഈ ബാങ്ടൺ സോണിയാൻഡൻ സ്കൗട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ ചുരുക്കപ്പേരായിരിക്കും കേട്ടിട്ടുള്ളത്. BTS എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. പോപ്പ് ബാൻഡുകളിലെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്രം തിരുത്തി കുറിച്ച ബാൻഡാണ് BTSന് ലോകം മുഴുവൻ ആരാധകരുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മുതൽ വികസിത രാജ്യമായ അമേരിക്കയിൽ വരെ ധാരാളം ആരാധകരുള്ള വലിയൊരു ആരാധക വൃന്ദം തന്നെയുള്ള ബാൻഡാണ് BTS എന്ന് പറയുന്നത്. ഒരു ബാൻഡിന് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ കയ്യിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതും സൗത്ത് കൊറിയ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായി അധികം മോശമല്ലാത്ത അവസ്ഥയിലുള്ളൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തിന് ഒരു കൈത്താങ്ങാകാൻ ഒരു ബാൻഡിന് കഴിയുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? 2018 ഒരു കണക്കനുസരിച്ച് $3.6 ബില്യൺ BTSലൂടെ സൗത്ത് കൊറിയയ്ക്ക് അല്ലെങ്കിൽ സൗത്ത് കൊറിയൻ സാമ്പത്തിക രംഗത്തിന് ലഭിച്ച വരുമാനം. ഒരു വലിയ സംഖ്യയാണ്, അത്ഭുതപ്പെടുത്തുന്ന സംഖ്യയാണ്. കേവലം ഒരു സംഗീത ബാൻഡിന് ഇത്രയും വരുമാനം ഒരു രാജ്യത്തിന് നേടിക്കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഓർത്ത് അതിശയപ്പെടുക എന്നുള്ളത് ആർക്കും ചെയ്യാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മളൊക്കെ ഒരുപാട് ബാൻഡുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഗായകരെ കണ്ടിട്ടുണ്ട്. നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് ബാൻഡുകളും അതിലെ പാട്ടുകാരും നർത്തകരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കൂടി അതിൻ്റെയൊക്കെ പുറകിലുണ്ടെങ്കിൽ അതറിയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പോപ്പ് ബാൻഡിലെ BTSന് ഒരുപാട് പ്രത്യേകതകളുള്ള ബാൻഡാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഫാൻസിൻ്റെ എണ്ണമാണ്, ആ ഫാൻസിൻ്റെ ശക്തിയാണ്. സ്വന്തം ഫാൻസിനെ ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന, ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇത്രയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന മറ്റൊരു ബാൻഡും ലോകത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്വന്തം ബാൻഡിനെ BTS ആർമി എന്ന പേര് കൊടുത്ത് കൂടെ നിർത്തി സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നവരാണ് ഈ BTSലെ ടീം അംഗങ്ങൾ. ഈ ആർമി എന്നുള്ള വാക്ക് സ്വന്തം ഫാൻസിന് BTS വെറുതെ എടുത്തു കൊടുത്തതല്ല. ഈ ആർമി എന്ന വാക്കിന് മനോഹരമായിട്ടുള്ളൊരു അബ്രിവിയേഷൻ കൂടെയുണ്ട്. അഡോറബിൾ റെപ്രസെൻറ്റേറ്റീവ് മാസ്റ്റർ ഓഫ് ഫ്യൂച്ചർ ഫോർ യൂത്ത് എന്നുള്ളതാണ് അവരുടെ ആർമിയുടെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആർമി എന്ന് കേൾക്കുമ്പോൾ, ഈ ആരാധകരെ ആർമി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആയിരിക്കും. അതിലെ ഒരു സീസണിലെ ഒരു മത്സരാർത്ഥിയുടെ പേരിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആരാധക വൃന്ദം ആർമി എന്ന പേരിലുണ്ടായത്. ഇപ്പോൾ അതിനുശേഷം വന്ന ഒരുപാട് സീസണുകളിൽ 2-3 സീസണൊക്കെ കഴിഞ്ഞു. ആ സീസണുകളിലൊക്കെ ഓരോ മത്സരാർത്ഥിയുടെ പേരിലും ഇങ്ങനെ ആർമികളൊക്കെ ഉണ്ടാവുകയും ഈ ആർമികളൊക്കെ തമ്മിൽ തല്ലുകയും കൂട്ടയിടി നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ BTSൻ്റെ ആർമി അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ സൗഹാർദ്ദം പുലർത്തുന്ന, മറ്റുള്ള ബാൻഡുകളുമായിട്ടും അവരുടെ പെർഫോമേഴ്സുമായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന, എല്ലാ ബാൻഡുകളെയും എല്ലാ സംഗീതകാരെയും നർത്തകരെയും ഒക്കെ കൈ അയച്ച് മനമറിഞ്ഞ് സഹായിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് കൂടി തങ്ങളുടെ സമയവും അധ്വാനവും പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ശക്തരായിട്ടുള്ള, ശുദ്ധമായ, നല്ല സംഗീത പ്രേമികളായിട്ടുള്ള ഒരു കൂട്ടമാണ് ഈ BTSൻ്റെ ആർമി എന്ന് പറയുന്നത്. ഇപ്പോൾ BTSനെ കുറിച്ച് കേൾക്കുമ്പോൾ, BTSനെ കുറിച്ച് അറിയുമ്പോഴൊക്കെ ആദ്യം നമ്മുടെ കയ്യിൽ വന്ന് തടയുക, വായിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും ജീവിത അവസ്ഥകളെയൊക്കെ കുറിച്ചുമൊക്കെയാണ്. ബില്യൺ കണക്കിന് $ന്റെ ആസ്തിയാണ് BTSലെ ടീം അംഗങ്ങൾക്ക് ഇന്നുള്ളത്. എന്നാൽ BTSൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ BTSലേക്ക് ഇവർ വന്ന് ചേരുന്നതിന് മുമ്പൊക്കെ ഇവരുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും സാമ്പത്തിക സ്ഥിതിയോ ജീവിത അവസ്ഥയോ ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 2010 ശരിക്കും BTS ഫോം ചെയ്യുന്നത്. ഓഡീഷനൊക്കെ നടത്തി കൊറിയയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് 7 കുട്ടികളെ, അന്ന് വേണം കുട്ടികളെന്ന് തന്നെ പറയാം, ചിലരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പ്രായം, ചിലർക്കൊക്കെ 15 വയസ്സ്, ആ ഒരു അവസ്ഥയിലുള്ള കുറേ കുട്ടികളെ ചേർത്തിട്ടാണ് ഈ BTS എന്ന് പറയുന്ന ഈ ബാൻഡ് ഉണ്ടാക്കുന്നത്. 2013 അവർ ആദ്യമായിട്ട് ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്നത്.
ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തുവെങ്കിലും അവർക്കൊരു വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇവർ 7 പേർക്കും കൂടി ഇവരുടെ ഒരു കമ്പനി എടുത്തു കൊടുത്ത ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഈ 7 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്നത്. വളരെ തട്ടിമുട്ടിയും ജീവിത ചിലവിന് പൈസ കണ്ടെത്താൻ മാർഗമില്ലാതെയൊക്കെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇവരിൽ പലരും ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ സ്ട്രീറ്റ് ഡാൻസ് കളിച്ച് അതിൽ നിന്ന് കാശ് സമ്പാദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പലവിധ കഷ്ടപ്പാടുകളിലൂടെയാണ് BTS ഇന്ന് കാണുന്ന BTS ആയി മാറിയത്. മറ്റു പലരും പല വീഡിയോകളിലൂടെ തന്നെ BTSൻ്റെ ഭൂതകാലം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെ കഷ്ടപ്പാടിൻ്റെ ചരിത്രം ഞാൻ അധികം ഇവിടെ വർണ്ണിക്കാൻ നിൽക്കുന്നില്ല. BTSലെ 7 പേരാണ് ഉള്ളത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. നമുക്ക് ഈ 7 പേരുടെ പ്രത്യേകതകളും അവരുടെ കഴിഞ്ഞ കാലമൊക്കെ കുറച്ച് വാക്കുകളിലൂടെ ഒന്ന് പരിചയപ്പെടാം. RM BTSൻ്റെ ടീം ലീഡാണ്. ഈ 7 പേരിൽ BTSലെ 7 പേരിൽ ഏറ്റവും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആണ് RM. RMന് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്രയും നല്ല പ്രാവീണ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് കുട്ടിക്കാലത്ത് അദ്ദേഹം ധാരാളം ഹോളിവുഡ് സീരീസുകൾ കാണുമായിരുന്നു. നിരന്തരം ഇങ്ങനെ ഈ ഹോളിവുഡ് സീരീസുകൾ കണ്ടാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം ഉണ്ടായത് എന്നാണ്. RM കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ കവിതകളൊക്കെ എഴുതുമായിരുന്നു എന്നാണ് പറയുന്നത്. 11 വയസ്സ് മുതലാണ് അദ്ദേഹം ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഈ ഹിപ്പ് ഹോപ്പിനോട് ഉണ്ടായിട്ടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് അദ്ദേഹം കൂടുതൽ സംഗീതാത്മകമായ കവിതകൾ എഴുതാൻ തുടങ്ങിയത്. RM വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ IQ ലെവൽ എന്ന് പറയുന്നത് 142 ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത്രയും IQ ഉള്ള RM സ്കൂൾ പരീക്ഷയിൽ രാജ്യത്തിൻ്റെ നാഷണൽ ലെവലിൽ തന്നെ ടോപ്പ് 1 ലിസ്റ്റിൽ വന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ RMൻ്റെ മാതാപിതാക്കൾക്ക് മകൻ പാട്ടിൻ്റെയോ നൃത്തത്തിൻ്റെയോ ഒന്നും പുറകിൽ പോകാതെ പഠിച്ച് നല്ല ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിരന്തരം മകൻ്റെ പഠന കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുകയും അവനെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കാരണം RMന് കവിത എഴുതാനോ മറ്റ് പരിപാടികൾക്കൊക്കെ സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വന്നു. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് കവിത എഴുതലും ചൊല്ലി നോക്കലും ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നത്. എന്നാൽ ഒരു ദിവസം RMൻ്റെ മാതാവ് ഈ രഹസ്യമായിട്ടുള്ള കവിത എഴുതലും പരിപാടിയൊക്കെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിൻ്റെ മൈക്കും കമ്പ്യൂട്ടറും ഒക്കെ തല്ലി പൊട്ടിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും സംഗീതമോ പാടാനുള്ള കഴിവോ നൃത്തത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമോ ഒന്നും ഉപേക്ഷിക്കാതെ സ്വന്തം പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പുറകെ തന്നെ RM നടന്നതുകൊണ്ടാണ് ഇന്ന് RM BTSൻ്റെ നെടും തൂണുകളിൽ ഒരാളായി ലോകം മുഴുവൻ ആരാധകരുള്ള ഏറ്റവും വലിയ ഒരു ഗായക സംഘത്തിലെ ഏറ്റവും വലിയ ബാൻഡിലെ ഏറ്റവും തലയെടുപ്പുള്ള ആൾക്കാരിൽ ഒരാളായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. കൊറിയയിലെ ഒരു കുഗ്രാമത്തിൽ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഒക്കെ കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ വളർന്നു വലുതാകുമ്പോൾ താനും ഒരു കർഷകനായി തീരുമെന്നാണ് കരുതിയിരുന്നത്. ഈ കർഷക കുടുംബമൊക്കെ ആണെങ്കിലും വളരെ നല്ല സാമ്പത്തിക അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് സാക്സോഫോൺ പഠിക്കുവാൻ ഒരവസരം കിട്ടിയതാണ് ശരിക്ക് വിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സാക്സോഫോണിനോട് ഇഷ്ടം കൂടുകയും അതിനോടുള്ള ആരാധനയോടൊപ്പം അത് നന്നായി വായിക്കാൻ പഠിക്കുകയും അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്ത് തുടങ്ങിയതോടുകൂടി വിക്ക് സംഗീതത്തോടും നൃത്തത്തോടും ഒക്കെ കൂടുതൽ താല്പര്യമുണ്ടായി. ഈ താല്പര്യമാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിയെ BTSലേക്ക് കൊണ്ടെത്തിച്ചത്. ഒരു ഓഡീഷനിലൂടെയാണ് BTSൻ്റെ ടീം അംഗമായി മാറിയത്. വിക്ക് 1-2 ചെറിയ പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം കൊറിയക്കാരൊക്കെ അത്യാവശ്യം എരി കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ വിക്ക് എരി ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം ഇടങ്കയ്യനാണ് എന്നാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇടങ്കയ്യൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് 2 കൈകൊണ്ടും ഒരേ സമയം എഴുതുവാനും ഒരേ സമയം ഭക്ഷണം കഴിക്കുവാനും കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ BTSലെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഈ വി എന്ന് പറയുന്നത്. ജെ-ഹോപ്പ് ഡാൻസിനെ പാഷനായിട്ട് കണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ധാരാളം നൃത്ത മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെ ധാരാളം സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് ജെ-ഹോപ്പ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ ജെ-ഹോപ്പ്
ഒരു നൃത്ത കലാകാരനായി വളരുന്നതിലും നൃത്തം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായി മാറുന്നതിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പായിരുന്നു. എന്നാൽ ജേഹോപ്പിൻ്റെ അമ്മ അങ്ങനെയായിരുന്നില്ല. പരസ്യമായി തന്നെ മകൻ്റെ പാഷനെ സപ്പോർട്ട് ചെയ്യുകയും മകൻ്റെ നൃത്തങ്ങൾക്ക് അല്ലെങ്കിൽ മത്സരങ്ങൾക്കൊക്കെ കൂടെ പോവുകയും നൃത്തം ചെയ്യാൻ അവനെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജേഹോപ്പ് BTSൽ വന്നതിന് ശേഷം അമ്മയോടുള്ള തൻ്റെ ഇഷ്ടം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയെക്കുറിച്ചൊരു പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് പാടി കേൾപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു അമ്മയ്ക്ക് മകൻ നൽകിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ജേഹോപ്പ് സ്വന്തം അമ്മയ്ക്ക് കൊടുത്തത്. സുഗ കുട്ടിക്കാലം മുതലേ സംഗീതത്തെ അമിതമായി സ്നേഹിച്ചിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പാട്ടുകളൊക്കെ എഴുതുകയും ചെയ്യുമായിരുന്നു. ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം പഠിക്കാൻ അത്ര പോരായിരുന്നു. നമ്മൾ 6 IQ ലെവൽ 142 ഉള്ള ആളായിരുന്നെങ്കിൽ സുഗയുടെ IQ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്നിരുന്നാലും മൊത്തത്തിൽ പഠിക്കാൻ വളരെ മോശമായിരുന്ന ഒരാളാണ് സുഗ എന്നാണ് ഈ BTS ടീമിനെ കുറിച്ച് വായിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ചെറുപ്പം കഴിഞ്ഞ് ജോലി ചെയ്യാറായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ ശമ്പളമില്ലാതെ, ചുരുക്കി പറഞ്ഞാൽ ശമ്പളമില്ല എന്നാൽ ശമ്പളം ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ജോലിക്ക് കയറി. ഒരു ദിവസം അദ്ദേഹത്തിന് ശമ്പളമായിട്ട് അവർ നൽകിയിരുന്നത് $2. ഈ $2 കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ബസ്സിൽ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. ഈ $2 കൊടുത്ത് ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഒഴിഞ്ഞ വയറോടുകൂടി വീട്ടിൽ ചെന്നിറങ്ങണം. അതല്ല, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വയറൊക്കെ വീർപ്പിച്ചിട്ട് ഈ ബസ് പോകുന്ന അത്രയും ദൂരം നടന്നു പോകണം. ഇന്ന് സുഗയുടെ അവസ്ഥ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ $2 കിട്ടിയിരുന്ന കുട്ടിക്ക് ഇന്ന് എത്ര ബില്യൻ്റെ ആസ്തി ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. അന്ന് ബസ്സിൽ കയറിയും ഭക്ഷണം കഴിച്ചും കഴിക്കാതെയും നടന്ന സുഗയ്ക്ക് ഇന്ന് ഇഷ്ടമുള്ള വാഹനത്തിൽ യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ളപ്പോഴൊക്കെ കഴിക്കാം. അത് BTS കൊടുത്ത, BTSലൂടെ സുഗ തൻ്റെ പാഷൻ പിന്തുടർന്നതിന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമാണ്. ജിൻ യഥാർത്ഥത്തിൽ അദ്ദേഹം അഭിനയമാണ് പഠിച്ചതും പരിശീലിച്ചതും. എന്നിട്ടാണ് അദ്ദേഹത്തിന് ഈ BTSൽ സെലക്ഷൻ കിട്ടി ഓഡീഷനിലൂടെ BTSൻ്റെ ഭാഗമാകുന്നത്. തുടക്കം മുതൽ തന്നെ നൃത്തത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ BTSൽ കേട്ടിട്ടുള്ളത് ജിന്നാണ്. ആ സമയം തൊട്ട് തന്നെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5 മണിക്കൂർ തുടർച്ചയായിട്ട് പരിശീലനം നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ നൃത്തത്തിലുള്ള തൻ്റെ പ്രതിസന്ധികൾ പരിഹരിച്ചത്. ജിന്നിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രേത സിനിമകളിലെ കഥാപാത്രങ്ങളെ ഭയങ്കര ഭയമാണെന്നാണ്. ഏതെങ്കിലും പ്രേത സിനിമകൾ അബദ്ധവശാൽ കണ്ടുപോയാൽ ഈ പ്രേതങ്ങൾ തന്നെ ആക്രമിക്കാൻ വരുമോ എന്ന് ഭയന്ന് ഇവരുടെയൊക്കെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരാളാണ് ജിന്ന് എന്നൊരു കഥ കൂടിയുണ്ട്. ജിമിൻ BTSലെ തടിയനായിരുന്നു ശരിക്കും. ഈ ജിമിൻ BTSൽ വരുമ്പോൾ തടി കൂടിയതിൻ്റെ പേരിൽ ധാരാളം ബോഡി ഷെയ്മിങ്ങും വിമർശനങ്ങളും ഒക്കെ കേട്ട ആളാണ് ജിമിൻ. അതുകൊണ്ട് തന്നെ വളരെ കഠിനമായി പരിശ്രമിച്ച് ഡയറ്റിംഗ് ഒക്കെ നടത്തി ഏറ്റവും മികച്ച നർത്തകരിൽ ഒരാളായിട്ട് മാറുവാൻ ജിമിൻ പരിശീലിക്കുകയും പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് BTS ടീമിലെ ഏറ്റവും മികച്ച ടോപ്പ് മോസ്റ്റ് ഡാൻസർ ആരാണെന്ന് ചോദിച്ചാൽ ആരാധകർ ഈ BTS ആർമിയൊക്കെ ഒരൊറ്റ സ്വരത്തിൽ പറയുന്ന ഉത്തരവെന്ന് പറയുന്നത് ജിമിൻ എന്ന് തന്നെയാണ്. ജാൻകുക്ക് ഒരു നാണം കുണുങ്ങിയായിരുന്നു ജാൻകുക്ക് എന്നാണ് പറയപ്പെടുന്നത്. തന്നെക്കുറിച്ച് മറ്റുള്ളവർ അധികം സംസാരിക്കുന്നത് ജാൻകുക്കിന് ഇഷ്ടമല്ലായിരുന്നു. 15-ാമത്തെ വയസ്സിലാണ് ജാൻകുക്ക് BTSൽ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BTSലെ ടീമിലെ എല്ലാവരോടും ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പമാണ് ജാൻകുക്കിനുള്ളത്. BTSലെ ടീമിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരാളാണ് ജാൻകുക്ക് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ജാൻകുക്കിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ജാൻകുക്കിന് മൈക്രോവേവ് ഓവനുകളെ ഭയമാണ് എന്നാണ്. ഈ മൈക്രോവേവ് ഓവനുകൾ എവിടെയെങ്കിലും കണ്ടാൽ അത് പൊട്ടിത്തെറിച്ച് തനിക്കും കൂടെയുള്ളവർക്കും അപകടം സംഭവിക്കുമോ എന്ന് ഭയന്ന് മൈക്രോവേവ് ഓവനുകൾ ഉള്ളതിൻ്റെ പരിസരത്തേ പോകാത്ത ഒരാളാണ് ജാൻകുക്ക് എന്നാണ് കഥ. ഇവരൊക്കെയാണ് BTSലെ ടീം അംഗങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ചരിത്രം കൂടെ നോക്കാം. ഇവരുടെ ആദ്യത്തെ ആൽബം, സ്കൂൾ ട്രിലോഗിയിലെ ആദ്യത്തെ ആൽബം പുറത്തിറങ്ങുമ്പോൾ
അത് 1,50,000 കോപ്പികൾ മാത്രമാണ് വിറ്റുപോയത്. ഒരു വലിയ വിജയമെന്ന് പറയാനില്ല. രണ്ടാമത്തെ ആൽബവും മൂന്നാമത്തെ ആൽബവും ഒക്കെ ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ വളർച്ചയിലൂടെ കുറേശ്ശെ കച്ചവടം കൂടിയാണ് അവർ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത്. ഈ BTS ടീം അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പാട്ടുകൾ എഴുതുന്നതും ആ പാട്ടുകൾ ചിട്ടപ്പെടുത്തി സംഗീതം നൽകുന്നതും അവരുടെ നൃത്തത്തിന് ചുവടുകൾ ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ ഇവർ 7 പേരും ഒരുമിച്ച് ചേർന്നാണ് ചെയ്യുന്നത്. ഇവരുടെ പാട്ടുകളും ആ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ചരിത്ര വിജയങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. 2017 കണക്ക് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു ആൽബം $20 ബില്യൺ ഇവർക്ക് വരുമാനം നേടിക്കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. 2018 ഇവരുടെ ലേബൽ സ്പോൺസറായ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് $22.7 ബില്യൺ BTS അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2007 പാപ്പരായിട്ട് അടച്ചു പൂട്ടാൻ പോയ ഒരു കമ്പനിയാണ് ഈ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. 2010 ഇവരുള്ള കാശും കടം വാങ്ങിച്ചതും ഒക്കെ ചേർത്തിട്ട് ഈ BTS എന്ന് പറയുന്ന ഈ ബാൻഡ് തുടങ്ങിയത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള $1 ബില്യൺ ആസ്തിയുള്ള ഒരു വലിയ കമ്പനിയായിട്ട് ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് വളരുവാൻ കാരണം BTS മാത്രമാണ് എന്നുള്ളതാണ് സത്യം. പിന്നെ BTSനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, രസകരമായ കാര്യങ്ങളാണ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയിട്ടുള്ളത് BTSൻ്റെ DNA എന്ന് പറയുന്ന ആൽബത്തിനാണ്. 63 ലക്ഷം കമൻറ്റുകളാണ് ഈ BTSൻ്റെ ആൽബത്തിൻ്റെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2ാം സ്ഥാനവും BTSൻ്റെ മറ്റൊരു ആൽബത്തിനാണ്. 3ാം സ്ഥാനം നമ്മുടെ സൈയുടെ ഗണ്ണം സ്റ്റൈൽ എന്ന് പറയുന്ന ആൽബത്തിനാണ്. ഇതുകൂടാതെ ട്വിറ്ററിലും ഒരു റെക്കോർഡ് അവരുടെ പേരിലുണ്ട്. BTSൻ്റെ ഒരു പോസ്റ്റാണ്, BTSൻ്റെ ഒരു ട്വീറ്റാണ് ഇന്ന് ഉള്ളതിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റീട്വീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്വീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റീട്വീറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ഗിന്നസ് റെക്കോർഡും BTSന് കിട്ടിയിട്ടുണ്ട്. ബിൽബോർഡിൻ്റെ ഹോട്ട് ചാർട്ട് 200 എത്തുന്ന ആദ്യത്തെ K-pop ആൽബം BTSൻ്റേതായിരുന്നു. ഈ ആൽബം 1.5 മില്യൺ കോപ്പികൾ വിറ്റുകൊണ്ട് ലോകത്ത് ഒരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു. അതോടുകൂടിയാണ് BTS എന്നുള്ള പേര് അന്താരാഷ്ട്ര പ്രശസ്തമായിട്ട് മാറിയത്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഷോയ്ക്ക് മുമ്പും ഓരോ പാട്ടുകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പും അതിനു വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന മാസങ്ങൾ നീളുന്ന തയ്യാറെടുപ്പുകളാണ്. കഠിനമായ പരിശീലനവും ഡയറ്റിങ്ങും ഒക്കെ നടത്തി വളരെ ഒത്തിണക്കത്തോടു കൂടിയാണ് ഇവരുടെ ഓരോ പരിപാടികളും അവർ അവതരിപ്പിക്കുന്നത്. 7 പേർ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു ചെറിയ പിഴവ് പോലും വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പിഴവും വരുത്താതെ തങ്ങളുടെ ഷോ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടി അതികഠിനമായി ഇന്നും പരിശീലിക്കുക എന്ന് പറയുന്നത് അത് BTSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ്. അതുകൂടാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് BTS ആണ്. അവരുടെ മേലിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് അവരെല്ലാവരും പ്ലാസ്റ്റിക് സർജറി ചെയ്തവരാണ് എന്നുള്ളതാണ്. ഇങ്ങനൊരു ആരോപണം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സൗത്ത് കൊറിയ പ്ലാസ്റ്റിക് സർജറിയിൽ വളരെ ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും ഏറ്റവും കൂടുതൽ വിദേശികൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സർജറി ഒരു വ്യവസായം പോലെ വളർന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ BTSലെ അംഗങ്ങളും പ്ലാസ്റ്റിക് സർജറി ചെയ്തവരാണ് എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. പിന്നെ ഇവർ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നവരാണെന്നും വളരെ വിചിത്രമായ വേഷങ്ങൾ ധരിക്കുന്നവരാണെന്നും ഒക്കെ ധാരാളം വിമർശനങ്ങൾ BTSൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് നേരെ വരുന്ന ഓരോ വിമർശനങ്ങളെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് തങ്ങളുടെ പാട്ടിലൂടെ നൃത്തത്തിലൂടെ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് BTS എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇന്നുള്ള മ്യൂസിക് ബാൻഡുകളിൽ ഏറ്റവും കൂടുതൽ വധഭീഷണി നേരിടേണ്ടി വന്നിട്ടുള്ളതും BTSലെ അംഗങ്ങൾക്കാണ്.
അതിൽ ഏറ്റവും കൂടുതൽ വധഭീഷണി ഉണ്ടായിട്ടുള്ളത് RM-ന് നേരെയാണ്. റെഡ് ബുള്ളിൻ്റെ US ടൂറിനിടയിൽ പല പ്രാവശ്യം RM-നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഫാൻസിന് വേണ്ടി നടത്തേണ്ടിയിരുന്ന ഇവൻറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകേണ്ടി വരികയും മെക്സിക്കോയിൽ വെച്ചിട്ട് ഒരു വലിയ ഭീഷണിയുടെ മറവിൽ പരിപാടി നടത്തേണ്ടി വരികയും ചെയ്തു എന്നുള്ളതൊക്കെ ഇവർ BTSൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. BTS എന്ന 3 അക്ഷരത്തിൽ നിന്ന് BTS എന്ന വികാരമായി ലോകം മുഴുവൻ പടരുവാൻ അവർക്ക് കരുത്തായത് അവരുടെ പരിശ്രമം തന്നെയാണ്. ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ അവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ അവരുടെ പാഷനോടുള്ള ഇഷ്ടം മാത്രമാണ്.